ഒന്നും അറിയില്ല, വിശദമായിട്ടൊന്നും അറിയില്ല. കാരണം ഇവിടെ ആയതുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും വീണ വിജയന്റെ കാര്യത്തിൽ എന്തായാലും പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. അല്ല, അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയാം. അത് പാർട്ടി ഔദ്യോഗികമായിട്ട് എന്റെ നിലപാട് പറയും. ഓക്കെ. 15-ാം തീയതിക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ സാധാരണ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് തയ്യാറെടുപ്പ് വളരെ വേഗത്തിൽ കോൺഗ്രസ് ആക്കാറുണ്ട്. ഇപ്രാവശ്യം അതുപോലുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞല്ലോ. അവിടെ AP അനിൽകുമാർ MLA ക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ആരംഭിച്ചു. ഒരു സൂചനയില്ല, ഒന്നും ആലോചിച്ചില്ല. DCC അധ്യക്ഷന്മാരെ സ്വമേധയാ മാറാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചു എന്നുള്ള കാര്യം അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല. ഇന്നത്തെ സമ്മേളനം കൂടെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പറയാം എങ്ങനെയായിരിക്കും. അല്ല, ഇന്നത്തെ സമ്മേളനത്തിന്റെ ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ AICC മീറ്റിംഗിലാണല്ലോ അത് പാസ്സാക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ചർച്ചകൾ കൂടി കേട്ടിട്ട് മാത്രമേ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയാം. നേതൃത്വമായിട്ടും നിങ്ങൾ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ നേതൃത്വം മാറ്റം ഓരോ മാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും നടക്കത്തുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്